ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നുള്ള പൊൻകനി സ്വന്തം പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഉപ്പാ, എന്റെ ശരീരത്തുള്ളതായ എന്റേതായ വസ്ത്രം ഊരി മാറ്റുകയും അതിനകത്ത് രക്തം പുരളാതിരിക്കാൻ സൂക്ഷിക്കണേ ഉപ്പാ. എന്റെ ഉമ്മ കണ്ടാൽ വിഷമിക്കില്ലേ? അതുപോലെ എന്റെ കൈകാലുകൾ ബന്ധിക്കണേ. ഉപ്പ അറുക്കുന്ന നേരത്ത് എന്റെ മുഖത്തേക്ക് നോക്കല്ലേ ഉപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പിതാവിനോട് ഉപദേശം നൽകുന്നു. ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അതാ തറയിലേക്ക് മലർത്തി കിടത്തുന്നു. കത്തിവെക്കുകയാണ്. അല്ലാഹുവിന്റെ നാമത്തിൽ കത്തിവെക്കുന്നു. കഴുത്ത് മുറിയുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്ന് ആടിനെ കൊണ്ടുവരുന്നു. ആടിനെ അറുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമും ഇബ്രാഹിം നബിയും ഇസ്മായിലും ചേർന്നുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നതായ ആടിനെ അറുക്കുകയും ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാക്കി പരിശുദ്ധമായ ബലികർമ്മം പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിൽ ശക്തിമത്തായ സുന്നത്താക്കി ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലുള്ള സർവമാനം ജനതയ്ക്കും വലിയൊരു അമലാക്കി മാറ്റിയില്ലേ? ഇന്ന് നമ്മുടേതായ ഇന്ത്യ രാജ്യത്ത്, നമ്മുടേതായ കേരളത്തിൽ ഒരു വിധത്തിലുള്ളതായ വിധിവിലക്കുകളൊന്നുമില്ലാത്ത നിലയിൽ സന്തോഷപൂർവ്വം നമുക്കറുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടേതായ കേരളം എന്ന് പറയുന്നത് എല്ലാ വിധത്തിലും ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നന്നായി പോകുന്നു. എന്നിരുന്നാൽ തന്നെയും പല വിധത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് നാം കടക്കേണ്ടതില്ല. മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്ന് അറബ് നിരോധനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സുവർണാവസരം അത് നാം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമായ നിലയിലാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നവരാകണം. അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നവരാകണം. നാം പരിശുദ്ധമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെ നമ്മുടേതായ സമ്പത്ത് ചുരുങ്ങുകയല്ല, നമ്മുടെ സമ്പത്തിനെ അല്ലാഹു പരിശുദ്ധമാക്കുകയാണ്, സമ്പത്തിനെ വളർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകുകയാണ്. നമ്മുടേതായ എല്ലാ മേഖലയിലും അല്ലാഹു ഖൈറിന്റെതായ പാത നിലനിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.